കാർഡ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞതാണ്. മക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം വന്ന സരിയ കമ്മിറ്റി റിപ്പോർട്ട്, ദെൻ മേത്ത കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി നമ്മൾ പറഞ്ഞതാണ്. ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഗോർവാല കമ്മിറ്റി. ഇനിയുള്ളത് ഗ്രാഫിക് കാർഡ് റിപ്പോർട്ടാണ്. ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫിക് കാർഡ് റിപ്പോർട്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി മനസ്സിലാക്കാം. എന്താണ് ഗ്രാഫിക് കാർഡ്? സ്റ്റാൻഡ്സ് ഫോർ കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാഫിക് കാർഡിലാണ് ആദ്യമായിട്ട് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള പദം കൂടി ചേർത്തത്. ഇതുവരെ അഗ്രികൾച്ചർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള പുരോഗമനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള ബാങ്ക്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്നുള്ളതൊക്കെയായിരുന്നു ഇതുവരെ. സാധാരണ കോപ്പറേറ്റീവ് രംഗത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏതിനു മാത്രമേ ഉള്ളൂ? കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റിലാണ് കാണാൻ കഴിഞ്ഞത്. സാധാരണ ബാങ്കിങ് രംഗത്തിന് ഉള്ള സാധാരണ ബാങ്കുകൾക്കൊക്കെ തന്നെയും റൂറൽ ഡെവലപ്മെന്റോ അഗ്രികൾച്ചർ വിഷയമാകുന്നുണ്ടെങ്കിൽ പോലും റൂറൽ ഡെവലപ്മെന്റ് അവരുടെ പരിധിയിൽ വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഗ്രാഫിക് കാർഡ് റിപ്പോർട്ടോട് കൂടിയാണ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊണ്ട് എന്ത് ചെയ്തത് വന്നത്. ആദ്യമായി റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളത് പ്രത്യേക അതിനായിട്ട് അറേഞ്ച്മെന്റ്സ് എന്ത് ചെയ്ത് കൊണ്ടുവന്നത് ഈ ഗ്രാഫിക് കാർഡ് റിപ്പോർട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അഗ്രികൾച്ചർ അറേഞ്ച്മെന്റ് ഫോർ എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ ദി അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, അതിൻ്റെ അറേഞ്ച്മെന്റ്, അതുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാഫിക് കാർഡ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇത് അപ്പോയിന്റ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1979 ശ്രീവരാമനായിരുന്നു അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1981. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് എന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഉദ്ദേശത്തോടാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, ടു റിവ്യൂ ദി സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ARDC, അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓപ്പറേഷൻസിന്റെയും അതിന്റെ സ്ട്രക്ചറും എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഇതിന്റെ ഉദ്ദേശം തന്നെ. അത് ലോങ് ടേം ലോണിന്റെ ആവശ്യകത വർദ്ധിച്ച് അഗ്രികൾച്ചറിന് അതിന്റെ ലീഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ലോണിന്റെ ആവശ്യകത കൂടിയപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ക്രെഡിറ്റ് അതിന്റെ സ്ട്രക്ചറിന് ഓപ്പറേഷൻ എന്ത് ചെയ്ത് ഒരു റിവ്യൂ നടത്തണം എന്നുള്ള തീരുമാനിക്കുന്നത്. രണ്ടാമത്, ടു എക്സാമിൻ ദി നെസസിറ്റി ആസ് വെൽ ആസ് ഫീസിബിലിറ്റി ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദി ഡിഫറെന്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ഡിഫറെന്റ് ലെവൽ. ഈ കോപ്പറേറ്റീവ്സ് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ നെസസിറ്റി ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു ഉദ്ദേശമായിട്ട് എന്ത് ചെയ്തത് പറയുന്നത് ഗ്രാഫിക് കാർഡിന്റെ. മൂന്നാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഉദ്ദേശത്തിൽ അതിൽ പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്റൻസിഫിക്കേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. റൂറൽ ഡെവലപ്മെന്റിന്റെ ഇന്റൻസിഫിക്കേഷൻ ഈ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ടു ദി ഇന്റൻസിഫിക്കേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റിന്റെ ഇന്റൻസിഫിക്കേഷന്റെ കോണ്ടെക്സ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്റഗ്രേഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തത് പറയുന്നത്, ടു കൺസിഡർ ദി റിലേറ്റീവ് മെറിറ്റ് ഓഫ് 3-tier and 2-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ്. 3-tier 2-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യുക, അതിന്റെ റിലേറ്റീവ് മെറിറ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 2-tier സിസ്റ്റത്തിലൂടെ ഉള്ളുണ്ട്, 3-tier സിസ്റ്റത്തിലുണ്ട്. 3-tier സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ സെൻട്രൽ ബാങ്ക്
ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു സെൻട്രൽ ബാങ്ക് സംവിധാനം ഉള്ളതാണ് 3 ടയർ സിസ്റ്റം. സ്റ്റേറ്റ് ലെവൽ ബാങ്കും പ്രൈമറി ബാങ്കും അതിൻ്റെ ഇടയിൽ സെൻട്രൽ ബാങ്ക് ഉണ്ടാവുക. എന്നാൽ 2 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഇല്ലാതെ സ്റ്റേറ്റ് ബാങ്കും പ്രൈമറി സൊസൈറ്റീസും മാത്രമുള്ള അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് പോലുള്ള ഒന്ന്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ടയർ സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ കോപ്പറേറ്റീവ് ബാങ്കും 2 ടയർ സിസ്റ്റത്തിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഈ രണ്ട് സിസ്റ്റം ഉള്ള കാലത്താണ് ഇതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാഫി കാർഡ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് പഠനം നടത്തുന്നത്. ഈ അടുത്ത കാലത്താണ് 2 ടയർ സിസ്റ്റം മാത്രമായി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മാറിയത്. അപ്പോൾ 2 ടയർ സിസ്റ്റത്തിലും 3 ടയർ സിസ്റ്റത്തിലുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റിൻ്റെ അതിൻ്റെ റിലേറ്റീവ് മെറിറ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. നാലാമത്തത് ടു സ്റ്റഡി ദി കൺസൾട്ടൻസി സർവീസ് provided by the Agriculture Finance Corporation. അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ത് ചെയ്യുക, നൽകുന്ന കൺസൾട്ടൻസി സേവനങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. അതിലെന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടയർ സിസ്റ്റത്തിലും 3 ടയർ സിസ്റ്റത്തിലും എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാമെന്നുള്ളത് സെർച്ച് ചെയ്യാൻ വേണ്ടി. നാലാമത്തതായിട്ട് നമ്മൾ പറയുന്നത് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ അതിൽ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിലെന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അച്ചീവ്മെന്റ് എന്തൊക്കെ, കോർഡിനേഷൻ ബിറ്റ്വീൻ വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കോർഡിനേഷൻ, അതിലൊക്കെ എന്തൊക്കെ സജഷൻസ് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരു ഉദ്ദേശം. ടു റിവ്യൂ ദി റോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ ക്രെഡിറ്റിൽ അതിൻ്റെ റോളിനെ കുറിച്ച് ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ARDCയുടെ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ റിവ്യൂ ചെയ്യുക. രണ്ടാമത്തത്, examine the necessity as well as feasibility of integrating the different credit institutions at a different levels in the context of intensification of rural development. Necessity and feasibility of integrating different credit institutions. Then consider the relative merit of 3 tier and 2 tier system, and to study the consultancy services and to review the role of RBI. ഒന്നാമത്തത്, റിവ്യൂ ദി സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ARDC, ടു എക്സാമിൻ ദി നെസസിറ്റി ആൻഡ് ഫീസിബിലിറ്റി ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദി ഡിഫറെന്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടു കൺസിഡർ ദി റിലേറ്റീവ് മെറിറ്റ് ഓഫ് 3 ടയർ ആൻഡ് 2 ടയർ സിസ്റ്റം, ടു സ്റ്റഡി ദി കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ബൈ ദി AFC, ടു റിവ്യൂ ദി റോൾ ഓഫ് RBI. എന്തൊക്കെയാണ് ഗ്രാഫിക് കാർഡ് റിപ്പോർട്ടിലുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പ്രൈമറി ലെവലിൽ സൊസൈറ്റീസ് രൂപം കൊള്ളുക എന്നുള്ളതാണ്. കമ്മിറ്റി അതിൻ്റെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കൊക്കെ തന്നെ ഒരു യൂണിഫോം പാറ്റേൺ വേണമെന്നാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് ഫാർമർ സർവീസ് സൊസൈറ്റീസ്. അഗ്രികൾച്ചർ സൊസൈറ്റി അല്ലെങ്കിൽ ഫാർമർ സൊസൈറ്റീസ് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റ് എന്ത് ചെയ്യുക, ടേക്ക് നെസസറി സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഫാമേഴ്സ് സർവീസ് സൊസൈറ്റീസ് രംഗത്ത് രൂപം കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ടു മീറ്റ് ദി ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ്. അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ നീഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മീറ്റ് ചെയ്യാൻ പറ്റും. ഫാർമർ സർവീസ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫാർമർ സർവീസ് സൊസൈറ്റി ഷുഡ് ഗിവ് നോട്ട് ഓൺലി ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് മാത്രമല്ല, അവയ്ക്ക് അതിന് ലോങ് ടേം ലോൺസ്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനുള്ള ലോങ് ടേം ലോൺസ് നൽകുന്ന അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആയിട്ടാണ് മാറേണ്ടത് അവ എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ലോങ് ടേം ലോൺസ് നൽകുന്ന അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയി മാറണം. അതോടൊപ്പം തന്നെ വീക്കർ സെഷൻസിന് എന്ത് ചെയ്യപ്പെടുന്ന ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ലോൺ കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. കമ്മിറ്റി എന്ത് ചെയ്തു, റൈറ്റിംഗ് ഓഫ് ലോൺസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിരുന്നു. ലോൺ ഒരിക്കലും തന്നെ എഴുതി തള്ളേണ്ടതില്ല. അതെന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിന്റെ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. കമ്മിറ്റി എന്ത് ചെയ്തു, വിൽഫുൾ ഡിഫാൾട്ടേഴ്സ് എന്ത് ചെയ്യുക,
എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. വിൽഫുള്ളി ആരെങ്കിലും അങ്ങനെ ഡിഫാൾട്ട് വരുത്തുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുവേണ്ടി അവർക്കെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടി ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരണം. അത് നല്ല പണിഷബിൾ ഒഫൻസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യണം, എഴുതി ചേർക്കണം എന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഒന്നാമത്തേതായിട്ട് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ്. രണ്ടാമത്തത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന്റെ ആവശ്യാർത്ഥം തന്നെ റീജിയണൽ ലെവൽ ബാങ്ക്സ് രൂപീകരിക്കണം. റീജിയണൽ റൂറൽ ബാങ്ക്സ് രൂപീകരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. കമ്മിറ്റി ഫണ്ട് സെവറൽ അഡ്വാൻറ്റേജസ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അതിൽ റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അത് റൂറൽ ഏരിയാസിനെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് കോസ്റ്റ് ലെസ് കമ്പയർഡ് ടു അതർ കൊമേഴ്ഷ്യൽ ബാങ്കിനേക്കാൾ കമ്പയർറ്റീവ്ലി എന്താണ്, ലെസ് ആണ്. കമ്മിറ്റി എന്ത് ചെയ്തു, വാണ്ടഡ് ടു കണ്ടിന്യൂ ഓൾ കൺസെഷൻ ടു റീജിയൻ റൂറൽ ബാങ്ക് അലൗഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്ന എല്ലാ കൺസെഷൻസും അവയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഗ്രാഫി കാർഡ് റെക്കമെൻഡ് ചെയ്തു. ദ എൻറ്റയർ കൺട്രോൾ ഓഫ് RRB ഷുഡ് ബി ഷിഫ്റ്റഡ്. ഇതിന്റെ ഏറ്റവും വലിയ മാറ്റം റീജിയൻ റൂറൽ ബാങ്ക് രൂപീകരിക്കുക എന്നുള്ളതല്ല, റീജിയൻ റൂറൽ ബാങ്ക്സിനെ എന്താക്കി മാറ്റുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നബാർഡിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ് ഒരു മുന്നോട്ട് വെച്ചത് നിർദ്ദേശം. സിംഗിൾ കോർഡിനേറ്റിംഗ് ഏജൻസി ഫോർ ഓവർസീയിങ് ദർ ആക്ടിവിറ്റി. ഒറ്റ ഏജൻസി മാത്രമാവുക. The committee recommended that 2 members of the board regional rural bank should be nominated from non-officials who shall be either workers or progressive small farmers. 2 പേരുണ്ടായിരിക്കണം നോൺ ഒഫീഷ്യൽസ് ആയിട്ട്, അതായത് വർക്കേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്മോൾ ഫാമേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺ കണക്റ്റഡ് വിത്ത് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സൺസ് നിന്നുള്ള ആളുകൾ അതിൽ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി എന്ത് ചെയ്തു, വെച്ചു. ആ റീജിയണൽ റൂറൽ ബാങ്ക്സിന് അവയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതെന്ന് മാറി കൺട്രോൾ എന്തായിരിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നബാർഡിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. In order to have single coordinating agency എന്നുള്ളത് overseeing their activities. The committee recommended 2 members എന്ത് ചെയ്തിരിക്കണം, ബോർഡിൽ ഉണ്ടായിരിക്കണം. റീജിയണൽ റൂറൽ ബാങ്കിന്റെ should be nominated among the non-officials ആയിരിക്കണം, വർക്കേഴ്സ് ആയിരിക്കുക അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്മോൾ ഫാമേഴ്സ് ആയിരിക്കുക, പേഴ്സൺസ് കണക്റ്റഡ് വിത്ത് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നിന്നുള്ള 2 പേരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ റെക്കമെൻഡേഷനിൽ പറഞ്ഞതാണ്. പിന്നുള്ളത് ഫോർമേഷൻ ഓഫ് നബാർഡ് എന്നുള്ളതാണ്. നബാർഡ് രൂപീകരിക്കുക. The committee examined detailed the different views over the organization of national level agency for providing credit to agriculture and rural development. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവൽ ഒരു ഏജൻസി രൂപീകരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് ഈ കമ്മിറ്റി കണ്ടെത്തിയത്. അങ്ങനെ ഒരു നാഷണൽ ലെവൽ ഏജൻസിയുടെ പേരാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് എന്നുള്ള നാഷണൽ ലെവൽ ഏജൻസി എന്ത് ചെയ്യണം, അത് രൂപീകരിക്കണം. അത് ഇൻ അഡീഷൻ ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രത്യേക നാഷണൽ ലെവലിലെ ഏജൻസിയുടെ കീഴിൽ വരുമെന്നുള്ളതാണ്. അത് മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിന്നും വ്യത്യസ്തമായ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അത് ഓർഗാനിക് ലിങ്ക് വിത്ത് നബാർഡ്, അതിന് ലിങ്ക് ഉണ്ടായിരിക്കും നബാർഡായിട്ട്. എന്നാൽ നബാർഡ് രൂപീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നബാർഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റും അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ത് ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് പിന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ക്രെഡിറ്റിന് മാത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്.
അതിനെയും അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് അമാൽഗമേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നബാർഡിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്തത്, നബാർഡാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡേഷൻസ് ഉള്ളത്. നബാർഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഷോർട്ട് ടേം മീഡിയം ലോങ് ടേം ലോൺസിനൊക്കെയും കോപ്പറേറ്റീവ്സിന്റെ റീഫിനാൻസ് ചെയ്യും. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഒക്കെ ലോണിന് എന്ത് ചെയ്യപ്പെടും, റീഫിനാൻസ് ചെയ്യാൻ ഈ ബാങ്കുകൾക്ക് സാധിക്കും. ആൻഡ് നബാർഡ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ക്രെഡിറ്റ് ടു കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതായത് റൂറൽ ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള കോട്ടേജ് വില്ലേജ് ഇൻഡസ്ട്രീസിനും സഹായം ചെയ്യാൻ നബാർഡിന് കഴിയും. അങ്ങനെ ഒരു അഗ്രികൾച്ചറൽ അതോടൊപ്പം തന്നെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ടാവുക, അത് വഴി എന്ത് ചെയ്യപ്പെടുക, റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാവുക എന്ന ലക്ഷ്യമാണ് ഈ നബാർഡിന്റെ രൂപീകരണത്തോടെ എന്ത് ചെയ്തത്, മുന്നിലുണ്ടായിരുന്നത്. The committee has suggested that Deputy Governor Reserve Bank of India should appoint a chairman of റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്താക്കി, ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തു. അതുപോലെ തന്നെ കമ്മിറ്റി വാണ്ടഡ് ടു ട്രാൻസ്ഫർ ദി സൂപ്പർവൈസറി പവർ റിസർവ് ബാങ്ക് റെഗുലേഷൻ ആക്ട് ഓവർ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു നബാർഡ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, സൂപ്പർവൈസറി പവേഴ്സ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, the committee wanted to transfer the supervisory powers of the Reserve Bank of India as per Banking Regulation Act അനുസരിച്ചുള്ള സൂപ്പർവൈസറി പവേഴ്സ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെതൊക്കെയും നബാർഡിന് എന്ത് ചെയ്യണം, നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ദെൻ റോൾ ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ, മറ്റൊരു കാര്യമാണ് ഈ റെക്കമെൻഡേഷൻ ഉള്ളത്, റോൾ ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതാണ്. കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ. അത് ഷുഡ് ബി കണ്ടിന്യൂ സെപ്പറേറ്റ് കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസ് ഇൻ സർട്ടൻ ഫീൽഡ്. ഒരു പ്രത്യേക കൺസൾട്ടൻസി ഏജൻസി ആയിട്ട്, കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ആയിട്ട് അവർ നിലനിൽക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി കൺസൾട്ടൻസി സർവീസ് എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ്സ് റീജിയണൽ റൂറൽ ബാങ്ക്സിനൊക്കെ കൺസൾട്ടൻസി ആയിട്ട് അവർ പ്രവർത്തിക്കണം. അതിനെ റീഡിസൈൻ ചെയ്യണം ടു അഗ്രികൾച്ചർ ഫിനാൻസ് കൺസൾട്ടൻറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാക്കി എന്ത് ചെയ്യണം, അവയെ മാറ്റണമെന്നും എന്ത് ചെയ്തു, ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. പിന്നെ ചേഞ്ചസ് ഇൻ ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ് കമ്മിറ്റി ഉദ്ദേശിച്ച മാറ്റങ്ങൾ. ഇതാണ് അത് കമ്മിറ്റി വാണ്ടഡ് ടു കണ്ടിന്യൂ 3 ടയർ ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നുള്ളതാണ് ഷോർട്ട് ടേം ക്രെഡിറ്റിൽ എന്ത് ചെയ്തത്, കമ്മിറ്റി എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് there would be no desirable achievement in implementing 2 tier system. 2 tier system ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ കാണുന്നില്ല എന്നാണ് കമ്മിറ്റി എന്ത് ചെയ്തത്, റെക്കമെൻഡ് ചെയ്തത്. രണ്ടാമത്തേത് കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് പ്രസന്റ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, ചേഞ്ചസ് ഇൻ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് വരുന്നത്, കമ്മിറ്റി റെക്കമെൻഡേഷനിൽ വരുന്നത്. കമ്മിറ്റി എന്തുകൊണ്ടാണ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ ചേഞ്ച് വേണമെന്ന് പറയുന്നത്? The committee recommended that present organizational pattern in long-term credit structure should continue. Long-term credit structure continue ചെയ്യണം. Further, for timely and effective recovery of loans, committee suggested that state government would purchase land defaulters. Defaultersന്റെ ലാൻഡ് ആര് പർച്ചേസ് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അതിൽ നിന്നും റിയലൈസ് ചെയ്യണം, അതിൻ്റെ റീസെയിലിലൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ റിക്കവറി ചെയ്തെടുക്കേണ്ട തുക അതിൽ നിന്ന് റിയലൈസ് ചെയ്തെടുക്കണം എന്നാണ് എന്ത് ചെയ്തത്, ശുപാർശ ചെയ്തത്. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം. പിന്നെ അതർ റെക്കമെൻഡേഷൻസ് ആണ് പിന്നെ ഉള്ളത്. ആസ് റിഗാർഡ്സ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റീൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. To exclude them from jurisdiction of NABARD. നബാർഡിന്റെ jurisdiction നിന്ന് എന്ത് ചെയ്യണം, അത് പുറത്താക്കണം. The committee suggested that NABARD should undertake the statutory inspection and ensure the cooperative banks and regional rural banks on behalf of RBI. അതായത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് റീജിയണൽ റൂറൽ ബാങ്ക്സിലും സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ആര് നടത്തണം, നബാർഡ് നടത്തണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ത് ചെയ്യുക, രൂപം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് റീജിയണൽ റൂറൽ ബാങ്ക്സ്
റീജിയണൽ റൂറൽ ബാങ്ക്സ്, ആ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ത് ചെയ്യുക, അവയുടെ ഫംഗ്ഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. റീജിയണൽ റൂറൽ ബാങ്ക്സിനെ എന്താക്കി മാറ്റുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നബാർഡിലേക്ക് എന്ത് ചെയ്യുക, അവയുടെ എൻ്റെ കൺട്രോൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് നബാർഡിനെ രൂപീകരിക്കുക. SCD അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും അഗ്രികൾച്ചർ റീഫൈനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി ചേർത്തുകൊണ്ട് റൂറൽ ഡെവലപ്മെന്റിന് കൂടി വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ബാങ്ക് എന്ത് ചെയ്യുക, രൂപീകരിക്കുക. ആ ബാങ്കിന്റെ കീഴിലായിട്ട് ബാങ്കിങ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യുക, സൂപ്പർവൈസറി പവേഴ്സ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. റിസർവ് ബാങ്കിനുള്ളത് നബാർഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷന്റെ റോൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതിന് വഴി അഗ്രികൾച്ചർ ഫിനാൻസ് കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ആക്കി അതിനെ മാറ്റുക. ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുപോലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലെ മാറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുക, ലാൻഡ് പർച്ചേസ് ചെയ്യുക, ആരുടേത് റിക്കവറി ചെയ്തെടുക്കേണ്ട ലോണിന്റെ കേസിലൊക്കെ ലാൻഡ് പർച്ചേസ് ആയി നടത്തുക, സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുക. മറ്റൊരു റെക്കമെൻഡേഷൻ ആയിട്ട് അർബൻ ബാങ്ക്സിന് എന്ത് ചെയ്യുന്നില്ല, ഈ നബാർഡിന്റെ ജുഡീഷ്യലിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുക. ഇത്രയാണ് കാഫി കാർഡ് റിപ്പോർട്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് ഉള്ളത്. കാഫി കാർഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ റൂറൽ ഡെവലപ്മെന്റിന് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കാഫി കാർഡ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. എന്താണ് നബാർഡ്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് റീജിയൻ റൂറൽ ബാങ്ക്സ്, നമ്മൾ പുതിയൊരു ബാങ്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇവിടെ. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ്, അത് പ്രത്യേകിച്ച് ഫാർമേഴ്സിന് അഗ്രികൾച്ചറിസ്റ്റിന് അവർക്ക് ലോൺ ലഭിക്കാനുള്ള ലഭ്യമാക്കാൻ അവരുടെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മീഡിയം ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺസ് ആണ് മറ്റ് ബാങ്കുകൾക്ക് നൽകാൻ കഴിയുന്നത്. എന്നാൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് നൽകാവുന്ന ക്രെഡിറ്റ് ആണ് ലോങ് ടേം ക്രെഡിറ്റ്. ലോങ് ടേം ക്രെഡിറ്റ് നൽകാൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാൻ പറ്റുന്ന ഒന്നാണ്. The cooperative movement in India was started with credit societies. അത് later diversified its activities and different types of society covering various economic fields came to existence. One cooperative society's particular purpose, ഓരോന്നിനും പ്രത്യേകം പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നത്. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പർപ്പസ്, അഗ്രികൾച്ചറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. റാഫിസാൻ മോഡൽ സൊസൈറ്റിയാണ്, ജർമ്മനിയിലെ റാഫിസാൻ മോഡൽ സൊസൈറ്റിയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവയുടെ പ്രവർത്തനം യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ടു എ വില്ലേജ്. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ജനറലി അൺലിമിറ്റഡ് ആയിരുന്നു. ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നുള്ളതാണ്. എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്? റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ 1975 അത് നിലവിൽ വന്നത്. The main objective of these banks is to provide credit facility to small and marginal farmers, agricultural laborers, artisans, small entrepreneurs, rural areas. Rural banks are sponsored by nationalized banks. അവ നാഷണലൈസ്ഡ് ബാങ്ക് സ്പോൺസർ ചെയ്തതായിരുന്നു. ഇപ്പോൾ ഏകദേശം 196 റീജിയണൽ റൂറൽ ബാങ്ക് കവറിംഗ് 363 റവന്യൂ ഡിസ്ട്രിക്ട്. NABARD provides to them concessionary finance facilities on par with cooperative credit. Then agriculture finance corporation എന്താന്ന് പറഞ്ഞു. ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് എന്താണ്, ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് എന്താണ്, അതർ റെക്കമെൻഡേഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്.